ഹായ് മക്കളെ, 10ാം ക്ലാസ് മക്കളായി നിങ്ങളെല്ലാവരും 10ാം ക്ലാസ്സിലോട്ട് നിങ്ങൾ ചുവട് വെച്ച് കഴിഞ്ഞു. നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടാവുന്ന ആദ്യത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഫുൾ A+ നേടിയെടുക്കണം. റിസൾട്ട് വരുമ്പോൾ 10 സബ്ജക്റ്റുകളുടെ നേരിട്ടും A+ എന്ന് പറയുന്ന ഐക്കൺ ഉണ്ടായിരിക്കണം. എനിക്ക് എൻ്റെ പാരൻസിനെയൊക്കെ ഭയങ്കര അധികം പ്രൗഡാക്കി മാറ്റണം എന്നൊക്കെ ആയിരിക്കും, ശരിയല്ലേ? സോ അങ്ങനെ ആഗ്രഹമുള്ള മക്കൾക്ക് വേണ്ടിയുള്ള വീഡിയോ ആണിത്. നിങ്ങളോട് നിങ്ങളുടെ അയൽപക്കക്കാരും കസിൻസും റിലേറ്റീവ്സും ടീച്ചേഴ്സും എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്. 10ാം ക്ലാസ്സാണ് ലൈഫിൻ്റെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് എന്ന്. അതിലെന്തെങ്കിലും വാസ്തവം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ചൊക്കെ വാസ്തവമുണ്ട്. കാരണം 10ാം ക്ലാസ്സിൽ നിങ്ങൾ നേടിയെടുക്കുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് +1 +2 നിങ്ങൾ ഏത് സബ്ജക്റ്റ് ചൂസ് ചെയ്യണം എന്ന് തീരുമാനിക്കപ്പെടുന്നത്. ചിലർക്ക് ഭാവിയിൽ ഒരു ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ കൊമേഴ്സ് ഫീൽഡിലോട്ട് പോകണം എന്നൊക്കെ ആഗ്രഹമുള്ള മക്കളുണ്ടാവും. സോ നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സ് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്കൂളുകളിൽ പഠിക്കണമെങ്കിൽ 10ാം ക്ലാസ്സിൽ ഈ പറയുന്ന A+ൻ്റെ കിലുക്കം അനിവാര്യമാണ്. അല്ലെങ്കിൽ ഏത് സ്കൂളിലാണോ ഏത് കോഴ്സിനാണോ വേക്കൻസി ഉള്ളത് അവിടെ പോയി നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരും. സോ അതിനിട വരുത്തരുത്. നല്ല മാർക്ക് വാങ്ങിയിട്ട് നിങ്ങൾ സ്വപ്നം കാണുന്ന നിങ്ങളുടെ ഡ്രീം കരിയറിലോട്ട് വേണം നിങ്ങൾ ഓരോരുത്തരും നടന്നു നീങ്ങാൻ. ഇനി 10ാം ക്ലാസ്സിലോട്ട് വരാം. 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സബ്ജക്റ്റുകളെ പറ്റിയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ധാരണയുണ്ടാവും. 9th പഠിച്ച അതേ സബ്ജക്റ്റുകൾ തന്നെയാണ്, മാറ്റമില്ല. പക്ഷേ ഫിസിക്സിലോട്ട് പെർട്ടിക്കുലർലി വരുന്ന സാഹചര്യത്തിൽ ഫിസിക്സിൽ 7 ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. 7ഉം നല്ല കൊമ്പൻ ചാപ്റ്റേഴ്സ് തന്നെയാണ്. നിങ്ങളുടെ സീനിയേഴ്സിനടുത്ത് ചോദിച്ചു കഴിഞ്ഞു വെച്ചാൽ അവരേറ്റവും കൂടുതൽ കുഴപ്പിച്ച ഒരു 3 സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരെണ്ണം ഉറപ്പായും ഫിസിക്സ് ആയിരിക്കും. എന്തുകൊണ്ടായിരിക്കും അവർ ഫിസിക്സിന് ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ഇത്രത്തോളം അവരെ കുഴപ്പിച്ചു എന്നൊക്കെ പറയാനുള്ള സാധ്യത? അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ പലരും എക്സാമിന് 1 മാസം അല്ലെങ്കിൽ 2 മാസം മുൻപാണ് പഠിച്ചു തുടങ്ങുക. സോ അതാണ് നിങ്ങളിൽ പലരും ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത്. 9ാം ക്ലാസ്സിൽ ചിലപ്പോൾ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവണമെന്നില്ല. പക്ഷെ 10ാം ക്ലാസ്സിലോട്ട് വരുമ്പോൾ 10 സബ്ജക്റ്റുകൾക്കും വലിയ പ്രാധാന്യമുണ്ട്. അതിനാൽ തന്നെ ഈ ലാസ്റ്റ് മൊമെൻറ്റ് ഹറിബറി ആയിട്ടുള്ള പഠനം നിങ്ങളെ A+ന് വലിയൊരു തടസ്സമായി, വലിയൊരു ബാരിയറായിട്ട് വരാൻ സാധ്യതയുണ്ട്. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ്. ഒട്ടും അവസാനത്തിലോട്ട് മാറ്റി വെക്കേണ്ട, മറിച്ച് ഈ വെക്കേഷൻ പീരീഡിൽ തന്നെ പതിയെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു തുടങ്ങുക. അതായത് ഓരോ ദിവസവും നമുക്ക് വിലപ്പെട്ടതാണ്. വലിയതായിട്ട് ഡീറ്റെയിൽ ആയിട്ട് വെക്കേഷൻ പീരീഡിൽ പഠിക്കണമെന്നല്ല, ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും ബേസിക് കാര്യങ്ങളൊക്കെ പഠിക്കുക. സ്കൂൾ തുറക്കുമ്പോഴേക്കും ആദ്യത്തെ എല്ലാ സബ്ജക്റ്റിൻ്റെയും ആദ്യത്തെ ഓരോ ചാപ്റ്റേഴ്സെങ്കിലും പഠിച്ച് സെറ്റാക്കി വെക്കുക. അപ്പോൾ ടീച്ചർ 1ാമത്തെ ചാപ്റ്റർ ഇതാണ് എന്ന് പറഞ്ഞ് ഫസ്റ്റ് ടോപ്പിക് എഴുതുമ്പോൾ, ബോർഡിനകത്ത് എഴുതുമ്പോൾ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ആ ചാപ്റ്ററിനകത്തുള്ള മുഴുവൻ കാര്യങ്ങളും അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ടോപ്പിക്കുകളും എല്ലാം തറവായിട്ടായിരിക്കും നിങ്ങൾ ആ ക്ലാസ് മുറിയിലോട്ട് കയറി ചെല്ലാൻ പോകുന്നത്, ശരിയല്ലേ? സോ അത് വേറൊരു ലെവൽ കോൺഫിഡൻസ് ആണ്. സോ ആ കോൺഫിഡൻസ് കിട്ടാൻ എന്താണ് മാർഗം എന്നായിരിക്കും നിങ്ങളുടെ മനസ്സിലുള്ള വലിയ ചോദ്യം. അതിനുള്ള ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സൈലത്തിൻ്റെ അസ്ത്ര ബാച്ച് തന്നെയാണ്. ഈ വെക്കേഷൻ പീരീഡിൽ ഏപ്രിൽ മുതൽ നമ്മുടെ 10ാം ക്ലാസ്സിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. സോ എല്ലാവരും ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ അസ്ത്ര ബാച്ചിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നായിരിക്കും അടുത്ത സംശയം, അല്ലേ? ഡെയിലി നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, എക്സാമുകൾ ഉണ്ടായിരിക്കും, ഇൻസ്റ്റാ ലേൺ, മൈൻഡ് മാപ്പ് തുടങ്ങിയ ഒട്ടേറെ ഫീച്ചേഴ്സാണ് അസ്ത്ര ബാച്ചിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. കേരളത്തിലെ ഏറ്റവും മികച്ച 10ാം ക്ലാസ്സിൻ്റെ ബാച്ചാണ്. സോ എല്ലാവരും ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അഡ്മിഷൻ ഉറപ്പാക്കുക. നമ്മളെല്ലാവരും ഉണ്ടായിരിക്കും, ഉഷാറാക്കാം. ഫിസിക്സ് നമുക്ക് തൂക്കിയടിക്കാം. കൂടെ ഉണ്ട് മക്കളെ. സോ ലവ് യു ഓൾ. ബൈ.